ഒരു വർഷം മുൻപ് ഒരു തവണ നിന്റെ അച്ഛന് പകരം അന്ന് മൂന്നാറിൽ നമ്മുടെ ഫാക്ടറിയിലേക്ക് പോയത് ഞാനായിരുന്നു. കൂടെ നമ്മുടെ ഡ്രൈവറും ഉണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞു തിരികെ മടങ്ങുമ്പോൾ രാത്രിയായിരുന്നു. പെട്ടെന്നാണ് ഞങ്ങൾ സഞ്ചരിച്ച വണ്ടിക്ക് മുന്നിലേക്ക് ഒരു പെൺകുട്ടി ചാടി വീഴുന്നത്. ഡ്രൈവർ വണ്ടി എങ്ങനെയോ ഒരു ഭാഗത്തേക്ക് വെട്ടിച്ചു വണ്ടി നിർത്തി. അപ്പോഴൊക്കെ ആ കുട്ടി ബോധം മറിഞ്ഞു താഴേക്ക് വീണു പോയിരുന്നു. അതിൻ്റെ മുഖം കണ്ടപ്പോൾ അവിടെ ഉപേക്ഷിച്ച് പോവാൻ തോന്നിയില്ല. ഞാനും തങ്കപ്പനും ചേർന്ന് വണ്ടിയിൽ കയറ്റി. ആ കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ ബാഗ് മാത്രം ഉണ്ടായിരുന്നു. അത് അവിടെ വീണ് കിടക്കുന്നത് കണ്ട് ഞാനത് കൈ പിടിച്ചിരുന്നു. അങ്ങനെ ഞാനും നമ്മുടെ തങ്കപ്പനും ചേർന്ന് കുട്ടിയെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. എൻ്റെ മോളാണെന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. ആ കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അതിനാൽ ഡ്രിപ്പിട്ട് അവിടെ കിടത്തി. അതിൻ്റെ മുഖം കണ്ടപ്പോൾ എന്തോ വല്ലാത്തൊരു വാത്സല്യം തോന്നി. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് എനിക്ക് ആ കുട്ടിയുടെ ബാഗിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അതിൽ ഫോണോ അല്ലെങ്കിൽ വല്ല അഡ്രസ്സോ കാണുമെന്ന് കരുതിയ ഞാൻ ബാഗ് തുറന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഫോട്ടോ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. അതുപോലെ അതിലൊരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ആരുടെ ആയിരുന്നെന്ന് നിനക്കറിയോ? പുത്തമ്പുരക്കൽ അശോകിൻ്റെ ഫോട്ടോ ആയിരുന്നത്. അത്രയും പറഞ്ഞ് അയാളൊന്ന് നിർത്തി. അത് കേട്ടതും ജീവ ശരിക്കും ഞെട്ടിയിരുന്നു. അശോക് മാമൻ്റെയോ? പുത്തമ്പുരക്കൽ മാധവൻ തമ്പിയുടെ 4ാമത്തെ മകൻ അശോക്. അവൻ പണ്ട് ഇവിടെ നിന്ന് നാട് വിട്ടുപോയ കഥയൊക്കെ നിനക്കറിയോ? കേട്ടിട്ടുണ്ട്, എന്നാൽ മുഴുവനായി അറിയില്ല. എന്നാൽ കേട്ടോളൂ. വർഷങ്ങൾക്ക് മുൻപ് പുത്തമ്പുരക്കൽ മാധവൻ തമ്പിയും മേലയിടത്തെ ശങ്കരൻ മേനോനും ഇണപിരിയാൻ പറ്റാത്ത കൂട്ടുകാരായിരുന്നു. ഒരുമിച്ച് കളിച്ചു വളർന്നവർ, ഒരുമിച്ച് കച്ചവടം തുടങ്ങി അടുത്തടുത്ത് വീട് വെച്ച് കുടുംബമായി കഴിഞ്ഞവർ. രണ്ടുപേരും പഴമയുടെ പുതുമ നിലനിർത്തുന്ന കൊട്ടാരം പോലെയുള്ള വീടായിരുന്നു പണിതത്. രണ്ട് വീടാണെങ്കിലും ഒരു കുടുംബമായി കഴിഞ്ഞവരായിരുന്നു ഇരുവരും. ഓട് ഫാക്ടറിയും മില്ലും തുണിക്കടയും ഫൈനാൻസും തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങളും ഇരുവരും ഒരുമിച്ചായിരുന്നു നോക്കിയിരുന്നത്. അതിൻ്റെ കൂടെ മൂന്നാറിലെ തേയില ഫാക്ടറിയും രണ്ടുപേരുടെയും പേരിലായിരുന്നു അന്നുണ്ടായിരുന്നത്. മാധവൻ തമ്പിക്ക് 5 ആൺമക്കളായിരുന്നുവെങ്കിൽ ശങ്കരമേനോന് 5 ആൺമക്കളുടെ കൂടെ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു, സീതാലക്ഷ്മി എന്ന ലച്ചു. അവൾ ഇരു വീട്ടുകാരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. അവൾക്ക് ആങ്ങളമാർ 5 ആയിരുന്നില്ല, 10 പേരായിരുന്നു. അങ്ങനെയാണ് എല്ലാവരും അവളെ കണ്ടിരുന്നത്. അങ്ങനെ സീതാലക്ഷ്മി വളർന്ന് വലിയൊരു പെണ്ണായി മാറി. വളരും തോറും അവളുടെ ഉള്ളിൽ അശോകിനോടുള്ള പ്രണയം കൂടി വളരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അവൾക്ക് 18 വയസ്സായപ്പോൾ അവളുടെ അച്ഛനും ചേട്ടന്മാരും കൂടി അവൾക്ക് വിവാഹം ആലോചിക്കാൻ തുടങ്ങി. ആ സമയത്താണ് അവൾ പറയുന്നത് അവൾക്ക് അശോകിനെ വരനായി മതിയെന്ന്. അപ്പോഴേക്കും നിന്റെ അച്ഛനും ഇളയച്ചന്മാരൊക്കെ കല്യാണം കഴിച്ചിരുന്നു. അവിടെ ആണെങ്കിൽ അശോകും കിഷോറും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അശോകിനും ആ സമയത്ത് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു. അന്ന് സീതാലക്ഷ്മിയുടെ ഇഷ്ടം ഇരു വീട്ടുകാരും അംഗീകരിച്ചു. അശോകിനെ കൊണ്ട് സീതയെ കല്യാണം കഴിപ്പിക്കാൻ ഇരു വീട്ടുകാരും തീരുമാനിച്ചു. ആ സമയത്തൊക്കെ അശോക് മൂന്നാറിലെ തേയില ഫാക്ടറി നോക്കി നടത്തുമായിരുന്നു. അശോകിന് എതിരഭിപ്രായം കാണില്ല എന്ന് കരുതി മാധവൻ തമ്പി അവനോട് ചോദിക്കാതെ കല്യാണം ഉറപ്പിച്ചു. കല്യാണത്തിന് ഒരാഴ്ച മുമ്പാണ് ഇക്കാര്യമൊക്കെയും അശോക് അറിയുന്നത്. അശോകിൻ്റെ മനസ്സിൽ എന്താണെന്ന് അന്നേരം ആരും അറിഞ്ഞില്ല. ഒരാഴ്ച മുൻപ് തന്നെ ഇരു വീട്ടിലും കല്യാണ ആഘോഷം തുടങ്ങി. അന്നാട് കണ്ട ഏറ്റവും വലിയ കല്യാണം. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. അന്നേരം ഒരുപാട് സ്വപ്നങ്ങളുമായി കതിർമണ്ഡപത്തിൽ വരനെയും കാത്തിരുന്ന സീതാലക്ഷ്മിയുടെ കാതിലെത്തിയത് അശോക് നാട് വിട്ടെന്ന വാർത്തയാണ്. കാരണം മറ്റൊന്നുമല്ലായിരുന്നു, അവന് സീതയെ കല്യാണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. അവൻ മറ്റൊരു പെണ്ണിന് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നും അവളെയും കൊണ്ട് ഇവിടം വിടുവാണെന്നും എന്ന് പറഞ്ഞ് കത്തെഴുതി വെച്ചിട്ടാണ് നാട് വിട്ടത്. കല്യാണം മുടങ്ങിയ സീതാലക്ഷ്മി ടെറസിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ മരിച്ചില്ല. ഒരു ഭാഗം തളർന്നു പോയ അവൾ പിന്നീട് എഴുന്നേറ്റില്ല. അതോടെ ശങ്കരമേനോനും മക്കൾക്കും അശോകിനോട് പകയായി. ആ പക ഏറെ വൈകാതെ അശോകിൻ്റെ വീട്ടുകാരോടുണ്ടായി. അശോകിന് പകരം അന്ന് നിന്റെ അച്ഛനും ഇളയച്ചമാരും ഒന്നും അറിയാത്ത ആ പാവം കിഷോറിനെ തല്ലിച്ചതച്ചു. അതോടെ ഇരു വീട്ടുകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം തുടങ്ങി. ആ അംഗം ഇന്നും തുടരുന്നു. അന്ന് നിനക്ക് 8 വയസ്സാണ് പ്രായം. അശോകിന് നീയെന്ന് വെച്ചാൽ വലിയ കാര്യമായിരുന്നു. നീയും സിദ്ധുവും അവൻ്റെ ഇരു കൈയും പിടിച്ച് വളർന്നവരാണ്. ആ അശോകിൻ്റെ മകളാണ് നിന്റെ ഭാര്യ ആരാധ്യ. അത് വീണ്ടും ജീവയിൽ ഞെട്ടലുളവാക്കി. എന്താ എന്താ അച്ഛമാമ പറഞ്ഞത്? സത്യം. ഫോട്ടോ കണ്ട ഞാൻ അന്ന് ആ കുട്ടി ഉണരാൻ കാത്തിരുന്നു. പിന്നീട് അവളോട് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് സത്യങ്ങളൊക്കെ അറിയുന്നത്. അന്ന് അവളുടെ അമ്മയും കൊണ്ട് അശോക് പോയത് മറ്റൊരു നാട്ടിലേക്കായിരുന്നു. അവിടെ അവർ ജീവിതം തുടങ്ങി. 2 വർഷത്തിനുള്ളിൽ ആരുമോളും ജനിച്ചു. സന്തോഷം നിറഞ്ഞ ജീവിതം. പക്ഷെ സന്തോഷം ഏറെ വൈകാതെ ദൈവം തിരിച്ചെടുത്തു. ആരുവിന് 10 വയസ്സുള്ളപ്പോൾ അശോകിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. സാരമായ പരിക്കുകളോടെ അവൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അശോകിൻ്റെ അത്രയും വർഷത്തെ സമ്പാദ്യം അവൻ്റെ ചികിത്സയ്ക്ക് ചിലവായി. പക്ഷേ 1 വർഷം മാത്രമേ പിന്നീട് അവൻ ജീവിച്ചുള്ളൂ. പിന്നീട് അമ്മയുടെയും മകളുടെയും ജീവിതം ദുരിതം നിറഞ്ഞതായിരുന്നു.
പിന്നീട് അവളെ അമ്മ വീട്ടുജോലി ചെയ്താ വളർത്തിയത്. ഇല്ലായി മറിഞ്ഞ് വളർന്ന കൊച്ചാ അത്. അങ്ങനെ അവൾ +2 പഠിക്കുമ്പോൾ നെഞ്ചുവേദനയെ തുടർന്ന് അവളുടെ അമ്മയും മരണപ്പെട്ടു. അതോടെ അവളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് നീങ്ങി. ആരുമില്ലാതെ ഒരു പെൺകൊച്ച് ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും, അതും അന്യനാട്ടിൽ. അവിടുത്തെ നല്ലവരായ അയൽക്കാർ അവളുടെ അമ്മയുടെ നാടായ മൂന്നാറിലേക്ക് എത്തിച്ചു. അവിടെയും അവൾക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ലായിരുന്നു. എന്നാൽ അവളുടെ അമ്മയുടെ അകന്ന ബന്ധുവായ ശാന്ത ചില കണക്കുകൂട്ടലുകളോടെ അവളെ ഏറ്റെടുത്തു. ആദ്യം ആ കുട്ടിയെ കൊണ്ട് എന്തൊക്കെയോ പണിയെടുപ്പിച്ച് കാശുണ്ടാക്കി. പിന്നെ കാശിനോടുള്ള ആർത്തി മൂത്ത അവൾ ഒരു ദിവസം ഒരുത്തനെ വീട്ടിൽ വിളിച്ചു വരുത്തി ആ കൊച്ചിന് വിലയിട്ടു. തന്നെ ഉപദ്രവിക്കാൻ നോക്കിയ അവൻ്റെ തല തല്ലിപ്പൊളിച്ചാണ് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി വരുന്ന വഴിയാണ് എൻ്റെ വണ്ടിയുടെ മുന്നിൽ പെട്ടത്. ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. കുറച്ചുനാൾ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. ഞാൻ അവളുടെ അച്ഛൻ്റെ വീട്ടുകാരെയൊക്കെയും ആരും കാണാതെ അവൾക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ പഴയ കഥയും എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആ ഇടക്കാണ് ശങ്കരണ്ണൻ ലച്ചുമോളെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വേണമെന്ന് പറയുന്നത്. അതറിഞ്ഞിട്ട് ആരുമോൾ തന്നെയാണ് അവളിവിടെ വന്നോളാം എന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. അവൾക്ക് ലച്ചുമോളെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. തൻ്റെ അച്ഛൻ കാരണം ലച്ചുവിന് പറ്റിയ അപകടം അവളെ ഒരുപാട് വിഷമിപ്പിച്ചു. കൂടെ ഇരു വീട്ടുകാരെയും പഴയതുപോലെ ഒരുമിപ്പിക്കുക എന്ന ഉദ്ദേശവും അവൾക്കുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട ജീവ ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ആ സ്ത്രീ പറഞ്ഞതൊക്കെയും നുണയായിരുന്നോ? ഏത് സ്ത്രീ എന്ത് പറഞ്ഞു എന്നാ മോനി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് അച്ചുമാമേ, ഞാൻ ആരാധ്യയെ ഇവിടെ വെച്ചല്ല ആദ്യമായി കണ്ടത്. നമ്മുടെ മൂന്നാറിലെ ബംഗ്ലാവിൽ വെച്ചാണ്. ഏകദേശം 1 വർഷം മുന്നേ തന്നെയാണ് ഞാനും അവളെ ആദ്യമായി കണ്ടത്. അവിടെ അന്നവൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ജീവ അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അയാളോട് പറഞ്ഞില്ല. അന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അവളോട് പേരറിയാത്ത ഒരു വികാരം തോന്നിയിരുന്നു. പിന്നെ നമ്മുടെ ഫാക്ടറിയിൽ പോയി തിരികെ വന്നപ്പോൾ അവൾ അവിടെ കണ്ടതുമില്ല. പിന്നെ രാമേട്ടനിൽ നിന്നും അവളെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവളോട് സഹതാപം തോന്നി തുടങ്ങി. അത് വെറും സഹതാപം മാത്രമാണെന്ന് കരുതി ഞാൻ അവിടെ നിന്ന് മടങ്ങി. വൈകാതെ അമേരിക്കയിലേക്ക് തിരിച്ചും പോയി. പക്ഷേ എനിക്കവളെ മറക്കാൻ പറ്റിയില്ല. ഞാൻ അവൾക്ക് വേണ്ടി നാട്ടിലെത്തി. അവളെ അന്വേഷിച്ചു വീണ്ടും മൂന്നാറിലെത്തി. ആ ശാന്ത എന്ന സ്ത്രീയുടെ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവളോട് തോന്നിയ സ്നേഹത്തിന് പകരം അവിടെ വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നിപ്പോയി. പിന്നെ ഇവിടെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. എല്ലാവരും കൂടി അവളെ എൻ്റെ ഭാര്യയാക്കി. അപ്പോഴും ആ വെറുപ്പുള്ളി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ജീവമോനെ, അതിന് മാത്രം എന്താ എൻ്റെ കുട്ടി ചെയ്തത്? അത് പിന്നെ അവരെന്നോട് പറഞ്ഞത് എന്നെപ്പോലെ ഒരുപാട് പേര് അവളെ തിരക്കി വരാറുണ്ടെന്നും പലരുടെയും കൂടെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അഴിഞ്ഞാടുകയാണെന്നും ഒരു ദിവസം ജോലി കഴിഞ്ഞെത്തി അവർ കാണുന്നത് ഏതോ ഒരുത്തൻ്റെ കൂടെ. അതും പറഞ്ഞ് ജീവ ഒന്ന് നിർത്തി. അത് കേട്ട് നീ എൻ്റെ കുട്ടിയെ തെറ്റിദ്ധരിച്ചല്ലേ? എടാ മോനെ, നിനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂന്ന്? അവളെ പുത്തമ്പുരക്കൽ അശോകിൻ്റെ മോളാ, തറവാട്ടിൽ പിറന്ന കൊച്ച്. എടാ, ആ സ്ത്രീ നിന്നോട് കള്ളം പറഞ്ഞതാ. അന്ന് ആ സ്ത്രീയെ അനുസരിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി വന്നതല്ലേ എൻ്റെ കുഞ്ഞ്? അതിൻ്റെ ദേഷ്യം തീർത്തതാ ആ പെണ്ണും പിള്ള. അച്ചുമാമ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അച്ചുമാമ ഇത് അവളോട് പറയാൻ നിൽക്കല്ലേ. ഞാനിനി വിഷമിപ്പിക്കില്ല. പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അത്രയ്ക്ക് അവളോട് ഇഷ്ടമുണ്ടായിട്ടാണ് അന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്ന് വരെ തോന്നിപ്പോയി. ജീവ അയാളുടെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു. ഞാനിത് അവളോട് പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ മോനെ, നിനക്ക് അവളൊരു ബാധ്യത ആണെന്ന് തോന്നിയാ മോൻ എന്നോട് പറയണം. ഞാൻ കൊണ്ടുപോയിക്കോളാം എൻ്റെ കുട്ടിയെ. എനിക്ക് 2 പെൺമക്കളാണ്. അതിൻ്റെ കൂടെ ഒന്നും കൂടി അധികമാവില്ല. അതിനു വേണ്ടി തന്നെയാണ് കൂടെ കൂട്ടിയത്. പക്ഷേ ഈ കുട്ടി ഇവിടെ നിന്നോളാമെന്ന് വാശി പിടിച്ചപ്പോൾ ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ. അച്ചുമാമ എന്നൊന്ന് മനസ്സിലാക്കുക. തെറ്റ് പറ്റിപ്പോയി. ഇനി ഉണ്ടാവില്ല. ഇനി വിഷമിപ്പിക്കില്ല. എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളാം. ഇത് ജീവയുടെ വാക്കാണ്. തൽക്കാലം അവളുടെ ജന്മരഹസ്യം ഈ വീട്ടിലോ അപ്പുറത്തോ ആരും അറിയണ്ട. ഇപ്പോൾ പറഞ്ഞാൽ എല്ലാം ആകെ കുഴയും. പ്ലീസ് അച്ചുമാമേ. ജീവ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ അത് സമ്മതിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നടക്കാനൊരുങ്ങിയ ജീവ കാണുന്നത് പിന്നിൽ ഇതൊക്കെയും കേട്ട് നിൽക്കുന്ന ആരവിനെയും അഭിയുമാണ്. ജീവയെ നോക്കി കണ്ണീർ പൊഴിക്കുന്ന ആരവിനെ കണ്ടതും ജീവയ്ക്ക് എന്ത് പറയണം എന്നറിയാതെയായി. ആദ്യ, നീ ഇവിടെ? അതിന് മറുപടി ഒന്നും പറയാതെ ആര് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. ഞാൻ ആരവിനെ വിളിച്ചുകൊണ്ട് വന്നത്. നിങ്ങൾ സംസാരിച്ചത് മുഴുവനും ഞങ്ങൾ കേട്ടിരുന്നു. നീ എന്തിനാ അവളെയും കൂട്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ജീവ ദേഷ്യത്തിൽ അഭിയെ നോക്കി ചോദിച്ചു. ജീവേട്ടൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ. തെറ്റിദ്ധാരണയോ? എന്ത് തെറ്റിദ്ധാരണ? അത് പിന്നെ നേരത്തെ ആരവിനെയും അപ്പുറത്തെ വീട്ടിലെ സിദ്ധാർത്ഥിനെയും ഏട്ടൻ അവിടെ വെച്ച് കണ്ടിരുന്നില്ലേ? അത് നിനക്കെങ്ങനെ അറിയാം? അവിടെ ഞാനും ഉണ്ടായിരുന്നു. നീയോ? എന്നിട്ട് ഞാൻ നിന്നെ കണ്ടില്ലല്ലോ. ഉണ്ടായിരുന്നു. ഏട്ടനെ കണ്ടപ്പോൾ പേടിച്ച് മാറി നിന്നതാ. ശരിക്കും ഞാൻ വിളിച്ചിട്ടാ ആരും അവിടേക്ക് വന്നത്. നീ വിളിച്ചിട്ടോ? എന്തിന്? എനിക്ക് സിദ്ധുവേട്ടനെ ഇഷ്ടമാണ്. സിദ്ധുവേട്ടൻ്റെ കല്യാണം നടത്താൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ
ഞാനത് ചോദിക്കാൻ ചെന്നതാ. അഭി പറഞ്ഞത് കേട്ട് ജീവ ശരിക്കും ഞെട്ടി. അഭി, നിനക്ക് ഭ്രാന്താണോ? എന്തറിഞ്ഞിട്ടാ നീ ഇതിന് ഇറങ്ങി തിരിച്ചേ? ഇതിനാരെങ്കിലും സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, സിദ്ധുവേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല. സിദ്ധുവേട്ടൻ്റെ അനിയത്തിയെ ജീവേട്ടന് കല്യാണം കഴിക്കാമെങ്കിലേ ജീവേട്ടൻ്റെ അനിയത്തിയെ സിദ്ധുവേട്ടൻ കല്യാണം കഴിക്കുന്നതിലേ ഒരു കുഴപ്പമില്ല. എന്തോന്ന് എനിക്ക് അങ്ങനെ വേണോന്ന്. അവന് നിന്നെ ഇഷ്ടമാണോ? അറിയില്ല. എന്നാ ആദ്യം അതറിഞ്ഞിട്ട് വാ. ഞാനിപ്പോൾ പോവാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. എൻ്റെ പെണ്ണിനെ ഓരോന്നിലേക്ക് വലിച്ചിട്ടേ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ജീവ ആരവിനെ കാണാനായി അവിടെ നിന്ന് ഓടി. അവിടെ നടന്ന സംഭാഷണം മുഴുവൻ കേട്ട് അവിടെ ഒരാൾ മറന്നു നിൽപ്പുണ്ടായിരുന്നു. വീടിനകത്തെത്തിയ ജീവ ആരവിനെ കാണാതെ അവിടെ മുഴുവനും അന്വേഷിച്ചു. അവസാനം അവൾ മുൻപ് ഉപയോഗിച്ചിരുന്ന മുറിയിലിരുന്ന് തൻ്റെ ബാഗും കയ്യിൽ പിടിച്ച് കരയുന്നത് കണ്ടതും ജീവയ്ക്ക് ഒരുപാട് വിഷമം തോന്നി. അവളുടെ ഈ കരച്ചിലിന് താൻ കൂടെ കാരണക്കാരനായല്ലോ എന്നോർത്തപ്പോൾ ജീവയ്ക്ക് സ്വയം ദേഷ്യം തോന്നി. ആരുടെയോ കാലൊച്ച കേട്ടിട്ടാണ് ആരു തിരിഞ്ഞു നോക്കുന്നത്. പിന്നിൽ നിൽക്കുന്ന ജീവയെ കണ്ടതും ആരു എഴുന്നേറ്റ് നിന്നു. പക്ഷെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. ജീവ ഒന്നും മിണ്ടാതെ അവിടുത്തെ ടാബ്ലിൽ കിടക്കുന്ന ആൽബം എടുത്ത് മറിച്ചു നോക്കാൻ തുടങ്ങി. അത് ആരുവിൻ്റെ പഴയ ആൽബമായിരുന്നു. അതിൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയുള്ള ഒരുപാട് പഴയ ഫോട്ടോസ് ഉണ്ടായിരുന്നു. വാവ്, ലുക്സ് ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. നിനക്ക് നിൻ്റെ അച്ഛൻ്റെ ചായ ആണെങ്കിലും അമ്മയുടെ സൗന്ദര്യമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ചുമ്മാതല്ല അശോക് മാമ എൻ്റെ അപ്പച്ചിയെ തേച്ചിട്ടേ നിൻ്റെ അമ്മയെ തന്നെ കെട്ടിയേ. നിനക്ക് അന്നും ഇന്നും ഒടുക്കത്തെ ഗ്ലാമറാണ്. അത് പറഞ്ഞ് ജീവ അവളെ ഇടം കണ്ണിട്ട് നോക്കി. ഫോട്ടോസ് നോക്കി ഓരോന്ന് പറയുന്ന ജീവയുടെ കയ്യിൽ നിന്നും ആരു ദേഷ്യത്തിൽ ആൽബം പിടിച്ചു വാങ്ങി തൻ്റെ ബാഗിലിട്ട് അവിടെ വെച്ചു. ആദ്യ അതിങ്ങ് താ, ഞാൻ കാണട്ടെന്നേ. വേണ്ട. അതെന്താ? എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. പക്ഷേ എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ആരവിൻ്റെ കണ്ണിലേക്ക് നോക്കിയായിരുന്നു അവനത് പറഞ്ഞത്. ഈ കണ്ണുകൾ, ഇതാണ് എന്നെ വീഴ്ത്തിയത്. പിന്നെ എന്നെ മയക്കിയ പലതും നിന്നിലുണ്ട്. ഒറ്റത്തവണ മാത്രമേ കണ്ടിട്ടുള്ളെങ്കിലും അതെൻ്റെ കൺമുന്നിൽ ഇങ്ങനെ മായാതെ നിൽക്കുക ആദ്യ. ഐ ലവ് യു ആദ്യ, റിയലി ലവ് യു. ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ സ്നേഹത്തിൻ്റെ പിന്നിൽ എന്താ? എല്ലാം അറിഞ്ഞുള്ള സഹതാപമോ? അതെനിക്ക് വേണ്ടെങ്കിലോ? എന്നെ ഒരു മോശം പെണ്ണായി കണ്ടത് പോട്ടെന്ന് വെക്കാം. ആ സ്ത്രീ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാവും. പക്ഷേ നേരത്തെ എന്തൊക്കെയാണ് അവിടുന്ന് പറഞ്ഞത്? എൻ്റെ ഏട്ടനെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇടയ്ക്ക് അതുപോലൊക്കെയും പെരുമാറിയത്. എന്നിട്ട് നിങ്ങൾ അതിന് മറ്റൊരു പേരിട്ടു, അവിഹിതം. എന്തൊക്കെയോ ഉള്ളിൽ വെച്ചു. ഇത്രയും നാൾ നിങ്ങൾ എന്നെ കൊല്ലാതെ കൊല്ലുമായിരുന്നില്ലേ? ആദ്യ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ഈ സ്നേഹം വേണ്ട. ഞാൻ അച്ഛമാമയുടെ കൂടെ പോവുക. ആദ്യം മോളെ ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഇത് നിങ്ങളുടെ വീടാണല്ലോ, ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് ആരും മുറിവിട്ടിറങ്ങി. രാത്രി ജീവയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. തന്നോടുള്ള ദേഷ്യത്തിന്റെ പുറത്താണ് ആരു ഇന്ന് അപ്പച്ചിയുടെ മുറിയിൽ കിടന്നതെന്ന് അവന് അറിയായിരുന്നു. കിടക്കാൻ നേരെങ്കിലും അവൾ മുറിയിൽ വരുമെന്ന് കരുതി ജീവ കാത്തിരുന്നു. ഇത്രയും നാൾ അവളോട് കാണിച്ചതൊക്കെ കുറച്ച് കടുത്തുപോയി എന്നവന് തോന്നാതിരുന്നില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും അവളുടെ പിണക്കം മാറ്റിയെടുത്തേ മതിയാവും. അതിന് ഞങ്ങൾ ഇങ്ങനെ 2 മുറി കിടന്നാൽ ശരിയാവില്ല. എന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വരണം എന്ന ഉദ്ദേശത്തോടെ ജീവ അപ്പച്ചിയുടെ മുറിയിലേക്ക് നടന്നു. ഇതേസമയം ലക്ഷ്മി ഉറങ്ങിക്കിടക്കുന്ന ആരുവിൻ്റെ മുടിയിലൂടെ വിരലൊടുക്കിയായിരുന്നു. തൻ്റെ മുറിയുടെ വാതിൽക്കൽ നിന്ന് ആളനക്കം കേട്ട ലക്ഷ്മി ചോദിച്ചു, ആരാ അവിടെ? അബിയാണത്? അബി അവർ നീട്ടി വിളിച്ചു. അത് കേട്ട ജീവ പാതി ചാരിയ ഡോർ തുറന്ന് അകത്ത് കയറി. ജീവയായിരുന്നോ? നീ എന്താ ഉറങ്ങിയില്ലേ? ഇല്ല അപ്പച്ചി, കിടന്നിട്ട് ഉറക്കം വന്നില്ല. അതെന്താടാ നിനക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തെ? മുറിയിൽ കൊതുക് ശല്യം ഉണ്ടോ? ജീവയുടെ നിൽപ്പും മട്ടും കണ്ട് കാര്യം മനസ്സിലായ ലക്ഷ്മി ചോദിച്ചു. ജീവ അവരോട് സംസാരിക്കുകയാണെങ്കിലും നോട്ടം മുഴുവനും ആരുവിലാണ്. ജീവയേക്കാൾ 10 വയസ്സിന് മാത്രമേ അവൻ്റെ അപ്പച്ചിക്ക് മൂപ്പുള്ളൂ. ലക്ഷ്മിയുടെ വല്യേട്ടൻ്റെ മകനാണല്ലോ ജീവ. ലക്ഷ്മിയുടെ 18ാം വയസ്സിലാണ് അന്ന് ആ ദുരന്തമൊക്കെയും സംഭവിക്കുന്നത്. ഇപ്പോൾ ആ സംഭവം നടന്നിട്ട് 20 വർഷം കഴിഞ്ഞു. ജീവയ്ക്ക് ഇപ്പോൾ പ്രായം 28ആണ്, ആരുവിന് 18ഉം. ജീവ തൻ്റെ അപ്പച്ചിയുമായി ചെറുപ്പം തൊട്ടേ നല്ല കൂട്ടാണ്. കൊതുകൊന്നുമല്ല അപ്പച്ചി, മനസ്സിനെ ഒരു സുഖമില്ല. അതെന്താണ് അങ്ങനെ? അറിയില്ല അപ്പച്ചി. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ദാ ഈ ബുക്കൊന്ന് വായിച്ചു നോക്ക്. മൈൻഡ് റിലാക്സ്ഡ് ആവാൻ ഇത് നല്ലതാ. ലക്ഷ്മി നീട്ടിയ പുസ്തകം വാങ്ങി ജീവ ഒന്ന് മറിച്ചു നോക്കി. അപ്പച്ചി, ഇത് നോവലാണല്ലോ. നല്ല നോവലാ, ഹൃദയസ്പർശിയായ പ്രണയകഥ. നിന്റെ ഈ അവസ്ഥയ്ക്ക് ഇത് ബെസ്റ്റാണ്. അപ്പച്ചി എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ ഉണ്ടല്ലോ. ശരി, ഞാനിതൊന്ന് വായിക്കട്ടെ. രോഗശമനം കിട്ടിയാൽ അറിയിക്കാം. അല്ല അപ്പച്ചി, ഞാൻ ഒരുപാട് നോവലൊക്കെ വായിച്ചിട്ടുള്ളതാ. പക്ഷേ ഈ റൈറ്റർ ആളുടെ സ്റ്റോറിയെ ഞാൻ ഇതുവരെ വായിച്ചില്ലായിരുന്നു.
ഈ പുസ്തകം എനിക്ക് സമ്മാനിച്ചത് നമ്മുടെ ശത്രു വീട്ടിലെ കിഷോറാണ്. കിച്ചുവേട്ടൻ അങ്ങനെയാണ് ഞാൻ വിളിക്കാറുണ്ടായിരുന്നത്. അവിടത്തെ ഇളയ സന്തതി. അന്ന് ഞാനും കിച്ചുവേട്ടനും നല്ല കൂട്ടായിരുന്നല്ലോ. എനിക്ക് പ്രണയം അശോകേട്ടനോടായിരുന്നിൽ, സൗഹൃദം ഉണ്ടായത് കിച്ചുവേട്ടനോടാണ്. കിച്ചുവേട്ടൻ എന്ന് വന്നാലും എനിക്ക് ഓരോ പുസ്തകം കൊണ്ടുവരും. കിച്ചുവേട്ടനാണ് അക്ഷരങ്ങളെ പ്രണയിക്കാൻ എന്നെ പഠിപ്പിച്ചത്. കിച്ചുവേട്ടനും വായിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞങ്ങളന്ന് ഓരോ കഥകളും വായിച്ചു അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കും. പക്ഷേ ഈ എഴുത്തുകാരൻ്റെ എന്ന് പറയാൻ 3-4 പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി കൂടി എൻ്റെ കയ്യിലുണ്ട്. നീ ഇത് വായിക്ക്, ഇഷ്ടമായാൽ അതും കൂടി തരാം. ഇയാളുടെ വരികൾക്ക് വല്ലാത്തൊരു മൂർച്ചയാണ്. ഓരോ വരികളും നമ്മളുടെ ഹൃദയത്തിൽ അത്രമേൽ ആഴത്തി പതിയും. ഞാൻ അന്നേ ഫാനായതാ. അതിനുശേഷം ഞാൻ ഇയാളുടെ കഥകൾ ഒരുപാട് അന്വേഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. എന്ത് പറ്റിയാവോ? അപ്പച്ചിയുടെ ഈ കിച്ചുവേട്ടനുണ്ടല്ലോ, അങ്ങേരാണ് ഇന്ന് നമ്മളോട് ഏറ്റവും കൂടുതൽ ശത്രുതയും മനസ്സിൽ വെച്ച് നടക്കുന്നത്. ഇല്ലാതിരിക്കുമോ? അന്നത്തെ ആ സംഭവം നടന്നതിന് ശേഷം വയ്യാണ്ടിരിക്കുന്ന എന്നെ ഒന്ന് കാണാൻ വന്ന ആ പാവത്തിന് എല്ലാവരും കൂടി അങ്ങ് തല്ലി ചതച്ചില്ലേ. ഏട്ടൻ ചെയ്ത തെറ്റിന് ആ പാവം എന്ത് ചെയ്തു? അതിനുശേഷം ഞാൻ അങ്ങേരെ കണ്ടിട്ടില്ല. അങ്ങേരെന്നല്ല ആ വീട്ടിലെ ആരെയും. അല്ല അപ്പച്ചി, ഈ കിഷോർ പുള്ളിക്കാരൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. പ്രായം 10-42 ആയി കാണും. എന്നിട്ടും ഇതുവരെ എന്താ കെട്ടാഞ്ഞത്? അതെനിക്കറിയില്ല. നിനക്ക് പറഞ്ഞേ പറ്റുവാണെങ്കിലേ നീ പോയി അങ്ങേരോട് എന്നെ ചോദിക്ക്. ലക്ഷ്മി കൃത്രിമ ദേഷ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരനെ എന്നും ഒടുക്കത്തെ ഗ്ലാമറാണ് കേട്ടോ. എവിടെയോ ഒരു പൃഥ്വിരാജ് ലുക്ക്. പ്രായം പിറകിലോട്ട് സഞ്ചരിക്കുവാണെന്ന് തോന്നുന്നു. അപ്പച്ചിയെ പോലെ. അങ്ങേര് പൃഥ്വിരാജാണെങ്കിൽ അപ്പച്ചി ഭാവനല്ലയോ? അല്ല അപ്പച്ചി, നമുക്ക് ഒരു കൈ നോക്കിയാലോ? 2 പേരും ഇന്നും സിംഗിളാണല്ലോ. പൂടാ അവിടുന്ന്, നിനക്കിത്തിരി കൂടുന്നുണ്ട്. നിന്റെ മുത്തശ്ശൻ കേൾക്കണ്ട. ആ പാവം എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. അപ്പച്ചിക്ക് ആ വീട്ടുകാരോട് ദേഷ്യമൊന്നുമില്ലേ? ഞാൻ എന്തിനു ദേഷ്യപ്പെടണം? എല്ലാം എൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ എൻ്റെ തെറ്റ്. ഒരിക്കൽ പോലും എന്നോട് ഇഷ്ടമാണെന്ന് പറയാത്ത അശോകേട്ടനെ ഞാൻ ഒരിക്കലും പ്രണയിക്കാൻ പാടില്ലായിരുന്നു. ലക്ഷ്മിയുടെ കണ്ണുകൾ അന്നേരം ഈറനണിഞ്ഞു. അപ്പച്ചി അതൊക്കെ വിടന്നിട്ട് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. പഴയ ഓർമ്മകളിലേക്ക് ലക്ഷ്മി പോകരുത് എന്നും ഉദ്ദേശിച്ചാണ് ജീവ വിഷയം മാറ്റിയത്. അത് പറയുമ്പോൾ ജീവയുടെ കണ്ണ് ഉറങ്ങിക്കിടക്കുന്ന ആരവിലേക്ക് നീണ്ടു. അത് ലക്ഷ്മി കാണുകയും ചെയ്തു. നീ കരയിപ്പിച്ച് വിട്ടതല്ലേ എൻ്റെ കൊച്ചിനെ, പിന്നെ എന്തോന്ന് തീരുമാനം ഉണ്ടാക്കാൻ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല അപ്പച്ചിയോട് അവൾ വല്ലതും പറഞ്ഞായിരുന്നോ? എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരുപാട് കരഞ്ഞെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചതുമില്ല. എന്നാലും പറയുക, എൻ്റെ കുട്ടി ഒരു പാവാണ്. നീ അതിനെ ഇനിയും സങ്കടപ്പെടുത്തരുത്. എൻ്റെ അപ്പച്ചി, ഞാൻ ചുമ്മാ തമാശക്ക്. ഈ പെണ്ണിന് അത് മനസ്സിലാവണ്ടേ? മതി, വീണടുത്ത് തന്നെ ഉരുളണ്ട. നീ കൊണ്ടുപോയിക്കോ നിൻ്റെ ഭാര്യയെ. ജീവയോട് അതും പറഞ്ഞ് അവർ ആരുവിൻ്റെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. അത് കേട്ടതും ജീവയുടെ മുഖം വിടർന്നു. താങ്ക് യു അപ്പച്ചി എന്ന് പറഞ്ഞ് അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് നടക്കാനൊരുങ്ങി. ശേഷം ഒന്ന് നിന്നു ലക്ഷ്മിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, അപ്പച്ചി ഞാനൊന്ന് ചോദിച്ചോട്ടെ? നീ ചോദിക്കടാ. ഒരു നാൾ അപ്പച്ചി തിരിച്ചറിയുന്നു ഇവൾ അപ്പച്ചിയുടെ ശത്രുവാണെന്ന്. എങ്കിൽ അപ്പച്ചി എന്ത് ചെയ്യും? അപ്പച്ചി ഇവളെ വെറുക്കില്ലേ? ഇവളിൻ്റെ ശത്രുവാണെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്ന് സങ്കല്പിച്ച് നോക്കാൻ പറഞ്ഞതാ. അശോകേട്ടൻ എന്നോട് അങ്ങനെ ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ ഒന്നും അറിയാത്ത മകളായ ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? അത് പറയുമ്പോൾ ലക്ഷ്മിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കേട്ട ജീവ ശരിക്കും ഞെട്ടി. അപ്പച്ചി ഇത് അച്ചുമാമ ഒരു നാൾ എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഈ കുട്ടിയും. ഇതിൻ്റെ കഥ അറിഞ്ഞപ്പോൾ സങ്കടം തോന്നി, കൂടെ ഒത്തിരി ഇഷ്ടവും. എനിക്ക് പിറക്കാതെ പോയ മകളാണിവൾ. അല്ല, എൻ്റെ മോൾ തന്നെയാ. അതുകൊണ്ട് തന്നെയാ ഇവളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പച്ചി മറ്റാർക്കെങ്കിലും ഇതറിയോ? ഇല്ല, ആർക്കും അറിയില്ല. ആരും അറിയണ്ട. ആരുമോൾ ജീവയുടെ ഭാര്യയായി അറിയപ്പെട്ടാൽ മതി. ജീവയുടെ ആദിയായി, എൻ്റെ ആരുമോളായി, എല്ലാവരുടെയും രാധുവായി ഇവിടെ ജീവിച്ചാൽ മതി. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കൺകുളിർക്കെ കാണണം ജീവ. ഇനി അങ്ങോട്ട് എനിക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണണം. അതുകണ്ട് സന്തോഷിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അബിയുടെയും ആകാശിൻ്റെയും കല്യാണം, അവരുടെ മക്കൾ, അപ്പോഴേക്കും താഴെയുള്ളതൊക്കെ വലുതാവും. പിന്നെ അവരുടെ കല്യാണം എന്ത് രസമായിരിക്കും. ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ച് അപ്പച്ചി മരണം വരെ ഈ മുറിയിൽ തന്നെ ഉണ്ടാവും. അപ്പച്ചി എന്താ ഇത്, വെറുതെ സെൻറ്റി അടിക്കല്ലേ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ ജീവ. നീ ചെല്ലേ, എന്നിട്ടേ അവളെ കൊണ്ടുപോയി മുറിയിൽ കിടത്താൻ നോക്ക്. ഞാനും ഒന്ന് കിടക്കട്ടെ. എടാ, നീ ആ ലൈറ്റ് ഓഫ് ചെയ്തേക്ക്. ഇന്നിപ്പോൾ ആരും മോളില്ലല്ലോ, അതുകൊണ്ട് ലൈറ്റിൻ്റെ ആവശ്യമില്ല. നീ മുറിയിൽ ഇരുട്ടാക്കി എൻ്റെ കൊച്ചിനെ പേടിപ്പിച്ച് കളയല്ലേ എന്നും പറഞ്ഞ് അവർ ജീവയെ കളിയാക്കി പുറമെ ചിരിക്കാൻ ശ്രമിച്ചു. ജീവ ലൈറ്റ് ഓഫ് ചെയ്ത് മുറിയുടെ ഡോർ മെല്ലെ ചാരി ആരുവിനെയും കൊണ്ട് നടന്നു. ജീവ പോയതും ലക്ഷ്മിയുടെ കണ്ണുകൾ പൂർവാധികം ശക്തിയോടെ നിറയാൻ തുടങ്ങി. ചുറ്റിലും സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും
രാത്രിയിൽ വല്ലാത്തൊരു ഒറ്റപ്പെടലായിരുന്നു. ഇന്നും അശോകിന്റെ ഓർമ്മകളിൽ ഉരുകി ജീവിക്കുകയാണ് ലക്ഷ്മി. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് അശോകിനെ മറക്കാനോ വെറുക്കാനോ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രമേൽ ആഴത്തിൽ അശോകിനെ അവൾ പ്രണയിച്ചിരുന്നു. പഴയ ഓർമ്മകളിലേക്ക് അവളുടെ മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങി. ഇതേസമയം മറ്റൊരിടത്ത് മാധവൻ തമ്മിയുടെ ഇളയ മകൻ കിഷോർ തൻ്റെ മുറിയിലെ ബാൽക്കണിയിൽ നിന്ന് തൻ്റെ നഷ്ടപ്രണയത്തെക്കുറിച്ച് ചിന്തിച്ചു ഉരുകുകയായിരുന്നു. ആരും തിരിച്ചറിയാത്ത തൻ്റെ പ്രണയം നിഴൽ പോലെ കൂടെ ഉണ്ടായിട്ടും സ്നേഹിച്ച പെണ്ണ് പോലും തൻ്റെ ഉള്ളിലെ പ്രണയത്തെ തിരിച്ചറിഞ്ഞില്ല. ഒരുപാട് സൂചനകൾ നൽകി, എന്നിട്ടും അവളത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. എങ്കിലും ഉള്ളിൽ അവളെ നിധി പോലെ കൊണ്ടു നടന്നു. ഇന്നും കൊണ്ടു നടക്കുന്നു. താൻ പ്രണയം തുറന്നു പറയാൻ ചെന്നപ്പോൾ അവൾക്ക് പ്രണയം തൻ്റെ ചേട്ടനോടാണെന്നറിഞ്ഞു. ഒടുവിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഉള്ളിലെ പ്രണയം ആരും കാണാതെ കുഴിച്ചുമൂടി. പക്ഷെ വിധി തങ്ങളെ രണ്ടുപേരെ ഒരുപോലെ പരീക്ഷിച്ചു. ഏട്ടൻ മറ്റൊരു പെണ്ണിനെയും കൊണ്ട് നാട് വിട്ടു എന്നറിഞ്ഞ് അവൾ ജീവനൊടുക്കാൻ ശ്രമിച്ചു. വിധി അവളെ അവിടെയും തോൽപ്പിച്ചു. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും ആവാതെ ജീവച്ഛവമായി ഒരു മുറിയിൽ അവൾ ഒതുങ്ങിക്കൂടി. അപകട വിവരം അറിഞ്ഞ അവളെ ഒന്ന് കാണാൻ ചെന്ന തന്നെ അവളുടെ ചേട്ടന്മാർ തടഞ്ഞു. അന്ന് താൻ അവളുടെ ഹരിയേട്ടനോടും ബാലുവേട്ടനോടും പറഞ്ഞതാ എനിക്ക് അവളെ തന്നൂടെ എന്ന്. സഹതാപം കൊണ്ടല്ല, മറിച്ച് ഇഷ്ടം കൊണ്ടാണെന്ന് ഒരുപാട് തവണ പറഞ്ഞു. പക്ഷെ അവർ കേട്ടില്ല. അന്ന് തന്നെ എല്ലാവരും കൂടെ പട്ടിയെപ്പോലെ തല്ലിച്ചതച്ചു. പൊന്നുപോലെ നോക്കുമായിരുന്നില്ല ഞാൻ. അവൾക്ക് കിട്ടാത്ത സന്തോഷവും ജീവിതവും തനിക്ക് വേണ്ടെന്ന് കരുതിയാണ് അവനിന്ന് കല്യാണം പോലും വേണ്ടെന്ന് വെച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. കിഷോറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതോടൊപ്പം അവരോടുള്ള പകയും അവൻ്റെ ഉള്ളിൽ ആളിക്കത്തി. കിച്ചു, നീ അവിടെ എന്തെടുക്കുക? നിന്നെ അച്ഛൻ അന്വേഷിക്കുന്നു. അവൻ്റെ ചേട്ടൻ്റെ വിളിയാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ആ വരുവാ ചേട്ടാ എന്നും പറഞ്ഞ് കിഷോർ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. ഓർമ്മകളെ താഴിട്ട് പൂട്ടിയ മുഖത്ത് ഗൗരവം വരുത്തി മീശ പിരിച്ചു വെച്ച് താഴേക്ക് ചെന്നു. ആരവനെയും കൊണ്ട് മുറിയിലേക്ക് ചെന്ന ജീവ അവളെ ബെഡിൻ്റെ ഒരു വശത്ത് കിടത്തിയപ്പോൾ ആരവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ ഇറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ജീവ അവളുടെ വിടിവിച്ചു. അവളെ ബെഡിൽ നേരെ കിടത്തി അവളോട് ചേർന്നിരുന്നു. താഴേക്ക് കൈ കൊടുത്ത് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കും തോറും അവൻ അവളോടുള്ള സ്നേഹവും വാത്സല്യവും കൂടിക്കൂടി വന്നു. കൈവിട്ട് പോയ എന്തോ ഒന്ന് തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു അവൻ്റെ മുഖത്തപ്പോൾ. ലക്ഷ്മി അമ്മേ എന്നും പറഞ്ഞ് ആരും കുറിയുകൊണ്ട് ഒന്നുകൂടി അവനോട് ഒട്ടിച്ചേർന്ന് കിടന്നു. അത് കണ്ടപ്പോൾ ജീവയ്ക്ക് അവളോട് അതിയായ വാത്സല്യം തോന്നി. അന്നേരമാണ് അവളുടെ ധാവണിയുടെ ഷോൾ മാറിൽ നിന്നും തെന്നി മാറി കിടക്കുന്നത് ജീവ ശ്രദ്ധിക്കുന്നത്. അവളുടെ മാറിടം ബ്ലൗസിന് പുറത്തുകൂടെ ചെറുതായി കാണായിരുന്നു. ചരിഞ്ഞു കിടക്കുന്നതിനാൽ മാറിയും ചുഴിയും നല്ലപോലെ എടുത്ത് കാണിക്കുന്നുണ്ട്. അവിടം പറ്റിച്ചേർന്ന് കിടക്കുന്ന താൻ ചാർത്തിയ താലി കണ്ടതും അവിടെ ഒന്നുകൂടി ഭംഗി കൂടുന്നുണ്ട് ജീവയ്ക്ക് തോന്നി. അത് കണ്ടതും ജീവ അറിയാതെ അവിടേക്കൊന്ന് നോക്കിപ്പോയി. എനിക്ക് വയ്യ. ജീവ കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചു നെറ്റിത്തട ഒഴിഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. ആദ്യമായി എൻ്റെ ഉറക്കം പോയതേ ഇത് കണ്ടിട്ടാണ്. ഇനിയിപ്പോൾ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ കണ്ട ഞാൻ എങ്ങനെയാ ഉറങ്ങാം? തൽക്കാലം എനിക്ക് ഉറക്കം നഷ്ടപ്പെടുത്താൻ വയ്യ എന്നും മനസ്സിൽ പറഞ്ഞു ജീവ അവളുടെ ഡ്രസ്സ് നേരെയാക്കി കൊടുത്തു. ശേഷം അവളുടെ കവളിലൂടെ ഒന്ന് വിരലൊടിച്ചു. അവൻ്റെ കൈവിരൽ അവളുടെ തുടുത്ത ഇളം റോസ് അതരങ്ങളിൽ എത്തി നിന്നതും ജീവയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ നെറ്റിയിൽ മൃദുവായി ചുണ്ടുകൾ പതിപ്പിച്ചു. തൻ്റെ പെണ്ണിന് മനസ്സറിഞ്ഞു കൊടുക്കുന്ന ആദ്യ ചുംബനം. ഇനി ഇവളെ നോക്കിക്കിടന്ന തൻ്റെ കൺട്രോൾ താനായിട്ട് കളയും എന്ന് മനസ്സിൽ പറഞ്ഞു ജീവ അവളെ നന്നായി പുതപ്പിച്ച് ഡിം ലൈറ്റ് ഓൺ ചെയ്ത് അവളുടെ തൊട്ടരിയിൽ വന്നു കിടന്നു. നാളെ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാതെ ജീവ തങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള നിറമുള്ള സ്വപ്നവുമായി ഉറക്കത്തിലേക്ക് വഴുതി വീണു.